Hello friends, വെൽക്കം ടു മായൂട്ടീസ് ആൻഡ് കുഞ്ഞീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വിൻഡാലു ആണ്. അപ്പോൾ ഈ ബീഫ് വിൻഡാലു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബീഫ് വിൻഡാലു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബീഫിൽ കുറച്ച് മസാല പുരട്ടാനുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് അടിച്ചെടുക്കണം. ആദ്യമായി നമുക്ക് ഒരു 10 വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1.5 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 5 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി 2 വലിയ പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂൺ വിനീഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഗ്രൈൻഡറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബീഫിലേക്ക് നന്നായിട്ട് പെരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം ഉപ്പ് പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പുരട്ടി കൊടുക്കാം ഇതിൽ. എന്നിട്ട് നമുക്കൊന്ന് അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. അപ്പം ഞാൻ നമ്മുടെ ബീഫ് പുരട്ടി വെച്ചത് കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 വിസിൽ കേൾപ്പിച്ചെടുക്കണം. അപ്പം അതിനു മുമ്പ് ഞാൻ അതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മിക്സിയുടെ അരപ്പ് ഉള്ളത് കൊണ്ട് ആ അരപ്പിൽ കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 5 വിസിൽ കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിൻഡാലുവിനുള്ള സവോള വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചീനിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് സവോള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സവോള നന്നായിട്ട് വഴഞ്ഞു വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം മുരിങ്ങയിലയുടെ തൊലി അരച്ച് നമുക്ക് ചേർക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എനിക്ക് മുരിങ്ങത്തോല് കിട്ടാത്തത് കൊണ്ട് ഞാൻ വിൻഡാലുവിൽ അത് ചേർത്തിട്ടില്ല. നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ബീഫ് മസാലയാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അധികം ചാറില്ലാത്ത ഒരു കറിയാണ്. അപ്പം നമുക്ക് നന്നായിട്ടൊരു പെരളം പോലെ ഇരിക്കുന്നൊരു കറിയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. പക്ഷെ ഞാനിങ്ങനെ ഒരു പെരളം പോലെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് വിൻഡാലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കറി റെഡിയായതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായ പുളി ഇല്ലെങ്കിൽ വിനാഗിരി പുളിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തിയാൽ ഞങ്ങളിടുന്ന അപ്ലോഡ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം. അപ്പോൾ നന്ദി, നമസ്കാരം.